മാറ്റി. ആദ്യം രോഗമുണ്ടെന്ന് മനസ്സിലാക്കണം, പിന്നെ വേണം ചികിത്സിക്കാൻ. മനസ്സിലായോ? സുഖമില്ലാതെ എന്തിനാ ജോലിക്ക് വരാൻ പോയത്? ഞാനെല്ലാം കുടുംബം പട്ടിണിയാകും മുതലാളി. ഡ്രൈവർ, ഇയാൾക്ക് ആവശ്യമുള്ളവണോ ഓഫീസിൽ നിന്ന് കൊടുത്തേക്കാൻ പറയും. അസുഖമെല്ലാം കഴിഞ്ഞ് ജോലിക്ക് വന്നാൽ മതിയേ. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ഈശ്വരന് തുല്യനാണ് നമ്മുടെ മുതലാളി. കോടീസ് നയിച്ചു പോലും കണ്ടില്ലേ ആ എളിമ. ശരിയാണ്. ആ പഴയ വണ്ടി പോലും ഇതുവരെ മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നല്ല മനസ്സും ഇതുവരെ മാറിയിട്ടില്ല. മക്കളെ ശബ്ദം ഉണ്ടാക്കരുത്. സൈലൻസ് എല്ലാം അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ. ആരും ബഹളം വെക്കരുത്. കീപ് സൈലൻസ്. അച്ഛൻ വീട്ടിൽ വന്നാൽ നിങ്ങൾ എല്ലാവരും ആദ്യം എന്താ ചെയ്യേണ്ടത്? വെരി ഗുഡ്. പോയി നോക്കൂ. മോൻ എന്ത് വേണമെന്നാ പറഞ്ഞത്? എയ്റോപ്ലെയിൻ അല്ലേ? ലേറ്റസ്റ്റ് മോഡൽ പ്ലെയിൻ. ഇത് അച്ഛൻ മോന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാ. മോനിത് കയറി ലോകമെല്ലാം ഒരു പര്യടനം നടത്തിച്ചത്. ഓടിപ്പോ. മോൾക്ക് എന്താ വേണമെന്ന് പറഞ്ഞത്? ഇംപാല കാർ അല്ലേ? മോള് ഇത് കയറി നമ്മുടെ ഗ്രാമപ്രദേശത്തൊന്ന് ചുറ്റിക്കറങ്ങിട്ടതാണ്. ലീലമൊക്കെ എന്താ വേണമെന്ന് പറഞ്ഞത്? കളിക്കാനൊരു പാവക്കുട്ടി അല്ലേ? ബിന്ദുമോൾ എന്താ വേണമെന്ന് പറഞ്ഞത്? ഫൗണ്ടൻ പേന അല്ലേ? മിടുക്കി. അപ്പൊ നീ മറന്നിട്ടില്ലല്ലേ? ഇതാ മോക്ക് ടൈം ലീവ്. മോള് വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് പഠിക്കണം കേട്ടോ. വെരി ഗുഡ്. ഇതോ ട്രാൻസിസ്റ്റർ. നീയെന്തിനാ കഴിഞ്ഞിട്ടുന്നത്? ഇത് എനിക്ക് കൊണ്ടുവന്നതാ. അല്ലേ അച്ഛാ, ചേച്ചിക്കൊന്നും ഉണ്ടായിരുന്നതല്ലേ? അതെന്തിനാ ചീത്തയാക്കി കഴിഞ്ഞത്? നിങ്ങളെ അത് പിക്നിക്കിന് കൊണ്ട് ചീത്തയാക്കിയത്? ഇത് എനിക്ക് വേണം. അയ്യോ, ചേച്ചി കള്ളം പറയുക. ഞാൻ ചീത്തയാക്കിയില്ല. ചേച്ചിയാ നീയ. ചീത്തയായിപ്പോ ട്രാൻസിസ്റ്ററിന് വേണ്ടി നിങ്ങൾ രണ്ട് സിസ്റ്റേഴ്സും കൂടി അടികൂടുണ്ട്. ഇതാ ഇത് രാജ്യത്ത് തന്നെ ഇരിക്കും. നിനക്കെന്താണ് ഇത്ര പണക്കം? മോക്ക് വേണ്ടി അച്ഛൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നു അറിയാമോ? നോക്ക്. അച്ഛനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. അച്ഛാ, ഞാൻ അച്ഛന്റെ ഫോട്ടോ എടുക്കാം. വേണ്ട മോള് വെച്ചോ. ഇനി മൂത്ത മോക്ക് സമ്മാനം അവസാനമായി പോയി. നിന്റെ ഭർത്താവിന്റെ കത്ത് വരാറുണ്ടോ? ഉമ്മ
എന്തിനാ സാവിത്രി നീ ഇത്ര നാണിക്കുന്നത്? ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അവന്റെ പഠിത്തം തീരും. പിന്നെ നീയായി അവനായി ഇഷ്ടപ്പാട്. ഇതാ നിനക്ക് വേണ്ടി ഞാൻ ഒരു വെള്ളി ഫ്രെയിം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? എനിക്കറിയില്ല. ഞാൻ പറയാച്ചാ. എന്തിനാ? ചേട്ടന്റെ ഫോട്ടോ ഇനി തലയണയുടെ അടിയിൽ വെച്ച് കുളിക്കാതെ ഈ ഫ്രെയിമിനകത്ത് വെച്ച് സൂക്ഷിക്കാൻ വേണ്ടി. ഇതാ നിനക്കുള്ള സമ്മാനം. നിനക്ക് വേണ്ടി എനിക്കൊന്നുമില്ല. രാജാ, നീ വന്നപ്പോ വീട് എത്രമാത്രം സന്തോഷമായിരിക്കും നോക്ക്. ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ച എന്ന് വരും ഞങ്ങൾ കാത്തിരിക്കുക. അതെനിക്കറിയാൻ ശരി. എന്നിട്ടാണോ ആഴ്ച 5 ദിവസവും വർഷത്തിൽ തന്നെ താമസിക്കുന്നത്? വെള്ളിയാഴ്ച വരും, തിങ്കളാഴ്ച പോകും. വേറെ ആർക്കും വർഷത്തില്ലേ? അവരൊക്കെ വർഷത്തിൽ തന്നെയാണ് താമസം. എല്ലാ ആഴ്ചയിലും ചേച്ചി തന്നെയാണ് പറയാറുള്ളത്. ചേച്ചി ഒരാഴ്ചയിൽ 5 ദിവസം മാത്രമല്ലേ ഞാൻ വരാറുള്ളൂ. 2 ദിവസം കൂടെ വരുന്നുണ്ടല്ലോ. കണ്ടില്ലേ ചേച്ചി, എത്ര സാമർത്ഥ്യത്തോടെ സംസാരിക്കുന്നു നോക്കൂ. ചെറിയ ഞായറും ഒഴിഞ്ഞ ദിവസങ്ങളാണ്, അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ ആ 2 ദിവസവും അവിടെ തന്നെ താമസിക്കുന്നു. ഇനിയും ശരീരം കളഞ്ഞ് ജോലി ചെയ്ത് ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കുന്നത്? സമ്പാദിക്കാൻ വേണ്ടിയല്ലോ മൻ. ജോലി ചെയ്യാതെ ആഹാരം കഴിച്ചിരുന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അതിരിക്കട്ടെ, ചേച്ചിയുടെ പുന്നാര മോൻ ഇവിടെ പോയി. അവനെ ഞാൻ അരി പഠിപ്പിക്കാൻ പറഞ്ഞയച്ചു. ഇന്ന് അമ്മാവൻ വരുന്ന ദിവസമായതുകൊണ്ട് വഴിയിലെങ്ങും വായി നോക്കി നിൽക്കാതെ ഓടിഞ്ഞു വരും. അയ്യോ അമ്മാവ, അയ്യോ അമ്മാവ. എന്റെ പ്രസിഡന്റ് എന്ത് വേഷമാണ് ഇത്? നിന്റെ ഒരു പ്രസന്റേഷൻ നിന്റെ മുഖം കഴിഞ്ഞു പോയി നോക്ക്. കണ്ണാടി നോക്കൊന്നും വേണ്ട. എന്റെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞു ഞാൻ അമ്മാവന്റെ ചായ അമ്മാവ പ്രസിഡന്റാണ്. നീ അവനെ വഷളാക്കുന്നത്. അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ അല്ലാതെ പിന്നെ മറ്റാരാണുള്ളത്? അമ്മേ അമ്മേ അമ്മ ഈ കണ്ണാടിയിൽ പൗർ വാരിയിട്ട് എനിക്ക് ഇങ്ങനൊരു സന്താനത്തിന് കണ്ണല്ലേ ദൈവം. കണ്ടില്ലായിരുന്നു തർക്കത്തിലെ കോമാളിയെ പോലെ. 4 ലക്ഷം പഠിക്കണമില്ല, എന്നാൽ വീട്ടിലെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? അതുമില്ല. ഒരു കാശും കൊള്ളാത്ത കഴുത. എന്താ ചേച്ചി അവൻ അങ്ങനെയൊന്നും പറയരുത്. എനിക്കാണ് വളരെ ഇഷ്ടമാണ്. നിനക്ക് പിന്നെ ആരും ഇഷ്ടമില്ലാത്ത അന്ന് വീട്ടത്ത് മറിഞ്ഞു കഴിക്കാമോ? അങ്ങനെ കറിയുണ്ടാ കാര്യം